ഇക്കു ബിരിയാണിയൊക്കെ കൊണ്ടുപോയിട്ട് എന്താ എല്ലാവരുടെ അഭിപ്രായം? മോളെ എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഞാൻ ഇൻഡിവിജ്വലി എല്ലാവരും ഇങ്ങനെ പറഞ്ഞു, നല്ല രസമുണ്ട്, ആദ്യമൊക്കെ നല്ല ദൈവമായിട്ടുണ്ട്, നല്ല മസാല ഉണ്ട്. ഇറ്റതല്ല എന്നോട് ഒരാൾ ചോദിക്കുക കടയിൽ നിന്ന് വാങ്ങിയതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കടയിൽ വാങ്ങിയതൊന്നല്ല, ഇത് വൈകി ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് പറഞ്ഞിട്ടപ്പോൾ പിന്നെ എല്ലാവരും പറയുന്നത് അപ്പം നമുക്കെന്നാ റെസ്റ്റോറൻറ്റ് തുടങ്ങാം കേട്ടോ. റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിഞ്ഞിട്ട് ഷെഫാക്കാൻ വന്നു. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് സെലിബ്രിറ്റി ഷെഫാക്കാം. പിന്നെ മോണിറ്റൈസേഷൻ ആയതൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഒരു ഇത് പിടിച്ചാകെ അതുകൂടിയും പറഞ്ഞു. ഇത് മാത്രമല്ല, മോണിറ്റൈസേഷൻ ആയതിൻ്റെ കൂടി ചോദിക്കാനാണ്. എല്ലാവരും താങ്ക് യു പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു എല്ലാവരും പറഞ്ഞു ക്വാണ്ടിറ്റി കൂടുതലായിരുന്നു പറഞ്ഞു. അതന്നെ. ഇപ്പോൾ ബിജുചേട്ടനൊന്നും ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ പുറത്ത് ഫുഡ് വാങ്ങിക്കഴിഞ്ഞാൽ അത് മൊത്തം കഴിക്കാറില്ല. ബിജുചേട്ടനും ബിജുചേട്ടനും കൂടിയിട്ട് രണ്ടാളും കൂടിയിട്ട് ഹാഫ് ആക്കിയിട്ട് കഴിക്കല്. ബിജുചേട്ടൻ പോലും പറഞ്ഞ് നല്ല വിശപ്പുണ്ട്, ഞാൻ അതെന്തായാലും നല്ല മണമുണ്ട്, അതെന്തായാലും ഫുള്ളും തിന്നും എന്ന് പറഞ്ഞിട്ട് മൂക്കാൾ ഫുള്ളും തിന്നു. അതന്നെ. പിന്നെ സാമി കഴിച്ചിട്ട് പറഞ്ഞു ക്വാണ്ടിറ്റി നല്ലോണം ഉണ്ടായിരുന്നു, രണ്ടാൾക്കാർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല അടിപൊളി, എല്ലാവരും ഹാപ്പി. താങ്ക് യു സോ മച്ച് ഇന്നു. അവർ പറഞ്ഞു ഇതുപോലെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായാലും വെൽ ഡൺ മൈ ഗേൾ. അപ്പോൾ ഇത്രയും നല്ല അഭിപ്രായങ്ങളൊക്കെ കിട്ടിയ ഈ ഒരു ചിക്കൻ ബിരിയാണി ഒരു റെസിപ്പി നമുക്ക് നോക്കിയാലോ? അതിന് ഞാനിവിടെ ശരിക്കും ഒരു 10 ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുന്ന പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ 2 ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ ചിക്കൻ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോഴാണ് എനിക്കൊരു കഥ നിങ്ങളുടെ അടുത്ത് പറയാൻ തോന്നിയത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണമൊക്കെ കഴിക്കണതിന് മുന്നേ എനിക്ക് ഈ ചിക്കനൊക്കെ കട്ട് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു കേട്ടോ. അതായത് എനിക്ക് പേടിയാണ്. അതുപോലെ ഈ ഒരു ഫുൾ ചിക്കൻ കട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ കാലും ഇതൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇതുപോലെ ഞങ്ങളിവിടെ UAE ടൈമിൽ തന്നെ ഉമ്മയും അതുപോലെ ചാച്ചിയൊക്കെ പറയും എൻ്റെ അടുത്ത്, ഇതൊന്നും പഠിക്കാണ്ട് എങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കിട്ടാന്ന് പറയും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നിട്ട് എനിക്കൊരു പേടി പോലൊക്കെ ആയിരുന്നു. അതിന് വേണ്ടി ഇപ്പോൾ നമ്മൾ സ്ഥിരമായി കട്ട് ചെയ്ത് ഇപ്പോൾ ഭയങ്കര പ്രാക്ടീസ് ആയിട്ടാണ്, വേഗം കട്ട് ചെയ്യും, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത് ഓർമ്മ വന്നു. അവരൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കും, ഇതെങ്ങനെ ഇത് ചെയ്യണത്, എങ്ങനെ ചെയ്യാൻ പറ്റണത് എന്നൊക്കെ എൻ്റെ മൈൻഡിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം ഓരോ ടൈം ആകുമ്പോൾ നമ്മൾ പഠിക്കും, അങ്ങനെ ചെയ്യും, അത്ര തന്നെ. അപ്പോൾ ഞാനിത് ചിക്കനൊക്കെ കട്ട് ചെയ്ത് കഴുകി ക്ലീനാക്കി ഇനി ഇതിലേക്കുള്ള മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം തന്നെ ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുള്ളത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, പിന്നെ ചെറിയ ജീരകം പൊടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ചിക്കൻ മസാല, പിന്നെ കുറച്ച് തൈര്, പിന്നെ ആവശ്യത്തിന് നാരങ്ങാനീരും, ഫൈനലി കുറച്ച് ഓയിൽ കൂടി ആഡ് ചെയ്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് ടൈം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് നമ്മൾ ഒരു ഡേ മുന്നേ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. നന്നായി ഉള്ളിലൊക്കെ മസാല ഒക്കെ പിടിച്ചോളും. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ മസാല പുരട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള റൈസ് കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 6 കപ്പ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് തികയുകയും ചെയ്തു കേട്ടോ. കറക്റ്റ് ഒരു 10 ആൾക്ക് കഴിക്കാനുള്ള കണക്കിനുണ്ടായിരുന്നു റൈസ്. ഇനി ഈ ഒരു റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. റൈസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ട് നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി ഇടുന്ന പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീഫ്, ചെറിയ ജീരകം, വലിയ ജീരകം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് ഈ റൈസ് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഒരു ബിരിയാണിയുടെ മസാല പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 സവോള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ
നീളനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നടു മുറിച്ചിട്ട് പിന്നെ നീളനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന ഏത് പാത്രത്തിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ഓയിൽ ഒഴിച്ച് ഈ ഒരു സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വേഗം വഴന്ന് കിട്ടാനായിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിൽ അതൊന്ന് വഴന്ന് വരട്ടെ. ആ ഒരു ടൈമിൽ നമുക്ക് തക്കാളി കട്ട് ചെയ്യാം. അപ്പോൾ തക്കാളി ഞാനിവിടെ ഒരു 2 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സവോള കട്ട് ചെയ്ത പോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 6 പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ നടു കീറുന്നുണ്ട്. അപ്പോൾ വഴന്ന് വന്ന സവോളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ല രീതിക്ക് ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചിട്ട് കുറച്ച് ടൈം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം ഇതേ നല്ല രീതിക്ക് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ ആ ഒരു ഫുൾ മസാലയോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ചിക്കനെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതേ നമ്മൾ കുറച്ച് നേരം കുക്കാക്കി എടുത്തപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റി വരും. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും കാര്യങ്ങളൊക്കെ പാകമാണോ എന്ന് നോക്കി ആവശ്യമുണ്ടെന്ന് വെച്ചെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആഡ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ്, നമ്മൾ നേരത്തെ വെച്ച റൈസ് കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ നല്ല കുക്കാക്കരുത്, നമ്മൾ കുറച്ച് കുറവ് വേവിൽ വേണം ചെയ്യാൻ. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി ചിക്കൻ ബിരിയാണി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലും ഒക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇക്കുൻ്റെ ഓഫീസിലേക്ക് 8 പേർക്കാണ് കേട്ടോ കൊടുത്തയക്കുന്നത്. അപ്പോൾ 8 പാത്രത്തിലാക്കി ഞാനിങ്ങനെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓണിയൻ അതുപോലെ കാഷ്യൂനട്ടും റേസിൻസൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സാലഡ് അതുപോലെ ചമ്മന്തിയൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു പാത്രത്തിലായിട്ട്. അത് കോമൺ ആയിട്ട് വെച്ചു കേട്ടോ. അത് എല്ലാവർക്കും അതിൽ നിന്ന് ഷെയർ ചെയ്ത് കഴിക്കാമല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇക്കുന് യൂഷ്വലി ഓഫീസിലേക്കൊക്കെ കൊടുത്തയക്കാന്ന് പറയുമ്പോൾ ഇക്കുവിൻ്റെ ഫുഡ് തന്നെ കുറച്ചധികം കൊണ്ടുപോകും, എന്നിട്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്യും. അങ്ങനെയാണ്. ഇത് ഓരോരുത്തർക്കും ഉള്ള ഫുഡ് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കൊടുത്തയക്കണ ഫസ്റ്റ് ടൈം ആയിരുന്നു. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. ഹാപ്പിനെസ് ആണ് ചെയ്തു കൊടുക്കണോണ്ട്. പക്ഷേ റുവ ബേബി ഉള്ള കാരണം നല്ല ബുദ്ധിമുട്ടായിരുന്നു, അവളെ കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്തായാലും നല്ലൊരു റെസ്പോൺസ് എല്ലാവരുടെയും ഭാഗത്തുനിന്നും കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ, ടേക്ക് കെയർ.